ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വളരെ വിനയത്തോടെ സ്നേഹത്തോടെ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശ്ലീഹ നോയമ്പിൻ്റെ 13 നോയമ്പിൻ്റെ 9ാമത്തെ ദിവസമാണ്. ഈ വർഷത്തിലെ 175 ദിവസമാണ്. അഥവാ യേശു ക്രിസ്തു നമുക്ക് ഈ 175 ദിവസം ഈ വർഷം കഴിയുന്നതിന് വേണ്ടിയിട്ട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞത് മറക്കാതെ അവൻ്റെ തൃപ്പാദത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് എന്നും അവനോട് നന്ദി പറയുകയും അവൻ തന്നിട്ടുള്ളതായ കൃപാവരങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും സ്തോത്രം ചെയ്യുകയുമാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. നാം ഇതൊക്കെയും മറന്നിട്ടാണ് ഈ ലോക ജീവിതത്തിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ തത്രപ്പാടിന് വേണ്ടിയിട്ട് നാം ഓരോരുത്തരും ഓടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നിത്യതയിൽ ഒരു ജീവിതമുണ്ട്. ആ സമയത്ത് നാം വിഷമിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം നമ്മൾ അതിനു വേണ്ടിയിട്ട് ആ നിത്യതയിലെ ലൈഫിന് വേണ്ടിയിട്ട് നാം ഒരുങ്ങേണ്ടതുണ്ട്. ഒരുങ്ങുന്നത് എങ്ങനെയാണെന്ന് പിതാക്കന്മാർ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. നാം ഓരോരുത്തരും ചെയ്യുന്നത് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളോട് മരണത്തെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കെല്ലാവർക്കും ഭയങ്കര പേടിയായിരിക്കും. കാരണം ഒരു പൈസ പോലും ബാലൻസ് ഇല്ലാത്ത ഒരു അക്കൗണ്ടിൽ ATM കാർഡ് എടുത്തുകൊണ്ട് പോയി മെഷീനിലിട്ട് കഴിഞ്ഞാൽ ഒരു പൈസ പോലും അതിനകത്തുനിന്ന് തിരികെ വരില്ല എന്നുള്ളത് പോലെയാണ് നാം ഓരോരുത്തരും. സ്വർഗത്തിൽ ഒരു നിക്ഷേപം ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ നമുക്ക് ആർക്കും അവിടെ പ്രവേശനത്തിന് അവകാശമുണ്ടാകുകയില്ല. ആ 10 കന്യകമാരെ ഒന്ന് ഓർത്ത് നോക്കുക. അതിൽ 5 പേർ അവരുടെ വിളക്കോടൊപ്പം എണ്ണയും സൂക്ഷിച്ചു. എന്നാൽ 5 കന്യകമാർ ബുദ്ധിമതികളല്ലായിരുന്നു. അവർ എണ്ണ കരുതാഞ്ഞതിനാൽ മണവാളൻ വന്നപ്പോൾ മണവാളനോടൊപ്പം അവർക്ക് വിരുന്നുശാലയിൽ പ്രവേശിക്കാൻ സാധിക്കാതെ പോവുകയും വാതിലുകൾ അടഞ്ഞതിന് ശേഷം അവർ ചെന്ന് യാചിച്ചപ്പോൾ നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് മണവാളൻ്റെ ഒച്ച അവർ കേട്ട് ദുഃഖിക്കുകയും ചെയ്തതുപോലെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സ്ലീഹന്മാരെ പോലെ, നമ്മുടെ ആദ്യ പിതാക്കന്മാരെ പോലെ, നമ്മുടെ സഭ നമ്മെ പഠിപ്പിക്കുന്നത് പോലെ നാം നിത്യതയിൽ ഒരവകാശിയാകുന്നതിന് വേണ്ടിയിട്ട് ദിവസവും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ടുമിരുന്നാൽ നമുക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് നോമ്പുകളിൽ നാം ചെയ്യേണ്ടത് നോമ്പിൻ്റെ 2 ചിറകുകളായ ഉപവാസവും പ്രാർത്ഥനയും നാം കൃത്യമായി ആചരിക്കണം. അത് നാം നടത്തുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയിൽ ശ്ലീഹ നോമ്പിൻ്റെ 9ാമത്തെ ദിവസമാണ്. അതായത് ജൂൺ 24. ഇന്ന് നാം വിശുദ്ധ ഫിലിപ്പോസ് ശ്ലീഹായെ സ്മരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ദിവസം നോമ്പ് നോക്കുന്നത്. ഫിലിപ്പോസും ബത്സയിദക്കാരനായിരുന്നു. ഫിലിപ്പോസിനോട് യേശു പറഞ്ഞത് എൻ്റെ പിന്നാലെ വരിക എന്നാണ്. യാഥാർത്ഥ്യബോധത്തോടെയും പരമാർത്ഥതയോടെയും സംഗതികൾ കൈകാര്യം ചെയ്യുവാനുള്ള ഒരു സൂക്ഷ്മത ഫിലിപ്പോസിൻ്റെ പ്രത്യേക കൈമുതലായിരുന്നു. നദനയേലിനെ യേശുവിനെ കാട്ടിക്കൊടുത്തത് ഫിലിപ്പോസ് ആണ് എന്ന് യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 46 വരെയുള്ള വേദഭാഗത്തിൽ പറയുന്നുണ്ട്. 5000-ത്തിലധികം ആളുകൾക്ക് ഭക്ഷണം വാങ്ങുവാൻ 200 വെള്ളിക്കാശ് തികച്ചും അപര്യാപ്തമാണ് എന്ന കാര്യവും യാഥാർത്ഥ്യബോധത്തോടെ ഫിലിപ്പോസ് യേശുവിനോട് പറയുന്നതായി നമുക്ക് സുവിശേഷത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. യവനന്മാർ യേശുവിനെ കാണാനായി ആദ്യമായി സംസാരിച്ചത് ഫിലിപ്പോസിനോട് ആണ് എന്ന് സുവിശേഷത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന് യേശുവിനോട് പറഞ്ഞ ശിഷ്യൻ ഈ ഫിലിപ്പോസ് ആണ് എന്ന് യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 14-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഫിലിപ്പോസിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു രേഖയിൽ അദ്ദേഹം ഏഷ്യയിലെയും ലിദിയയിലെയും വിവിധ ഭാഗങ്ങളിൽ സുവിശേഷം അറിയിച്ചു കഴിഞ്ഞ് ഒഫിയോ റിമ എന്ന ഏഷ്യയിലെ ഹീരാപോലിയിൽ വെച്ച് രക്തസാക്ഷിത്വം പ്രാപിച്ചുവെന്ന് കരുതുന്നു. അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ ഒരു കമ്പിയിൽ കോർത്തിട്ട് മരത്തിൽ തല കീഴായി തൂക്കിയിട്ടു. ആ മരണത്തിന് ബർത്തുലോമായി ശ്ലീഹ സാക്ഷിയായിരുന്നു എന്ന് നമ്മളോട് പാരമ്പര്യവും പണ്ഡിതന്മാർ എഴുതി വച്ചിരിക്കുന്ന ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതൊക്കെയും നാം വളരെ അടുത്ത് വളരെ ജാഗ്രതയോടുകൂടി മനസ്സിലാക്കുമ്പോൾ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നിത്യതയിൽ
നമുക്ക് അവകാശം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നാം ഈ ലോകത്തിലെ സുഖങ്ങളെ ഉപേക്ഷിക്കേണ്ടി വരും. ഈ ലോകത്തിലെ സുഖങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് നാം ഓരോരുത്തരും ദൈവത്തിൽ ശരണപ്പെട്ട് ദൈവത്തിൻ്റെ തൃപാദത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നാം പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ നമുക്ക് എല്ലാവിധ കൃപാവരങ്ങളും നൽകും എന്നതിന് രണ്ട് അഭിപ്രായം ഉണ്ടാകുകയില്ല. കാരണം നാം ഒന്നും തന്നെ ചോദിക്കാതെ നമ്മളുടെ എല്ലാ ആന്തരങ്ങളെയും തിരിച്ചറിയുന്നവനായ കർത്താവ് നമ്മളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിൻ പ്രകാരം അവൻ നമ്മൾക്ക് തരും. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ പിതാക്കന്മാർ കാണിച്ചു തന്നതായ ആ വഴിയിലൂടെ നാം യാത്ര ചെയ്യണം. കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചതായ ആ അപ്പോസ്തലന്മാർ നമ്മെ ഉപദേശിച്ചതായ ആ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നതായ ആ പാത നാം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി അപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ നമുക്ക് സ്വർഗീയ സുഖം അനുഭവിച്ചിട്ട് പോകുവാനുള്ള കൃപ ദൈവം നമ്മൾക്ക് തരുമെന്ന് മാത്രമേ ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.